അപ്പോൾ നമ്മുടെ എഗ് ഡയറ്റിൻ്റെ ലാസ്റ്റ് ദിവസമാണെന്ന്. കാരണം നമ്മൾ 28-ാം തീയതി വരെ അല്ലേ, ഇന്ന് വരെയാണ് ഡയറ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നാളെ നോമ്പാവോ അറിയില്ല, ചിലപ്പോൾ മറ്റന്നാളാവാനും സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ ഇന്ന് ഫെബ്രുവരി 28 അപ്പോൾ ഇന്ന് നിർത്താം. നാളെ മാർച്ച് 1 അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതി ഇന്ന് നിർത്തി. ഇന്നത്തെ ഒരു സംഭവം, അതായത് എന്താ പറയുക, വെയിറ്റ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് നമ്മൾ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, പല പല രീതിയിലുള്ള ഡയറ്റ് ഇപ്പോൾ 2-3 മാസമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏകദേശം ഒരു 10 കിലോൻ്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇത്രയും കുറഞ്ഞല്ലോ എത്താ, നല്ലതാണ്, അടിപൊളിയായിട്ടുണ്ട്, ഇനിയും ചെയ്യണം, ഇനിയും കുറക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറയാലോ, ഈ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ വീഡിയോ ഇട്ട് അതിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ 10 കിലോ കുറഞ്ഞതിട്ട്. ഞാൻ അനിയത്തിനോട് ഞങ്ങൾ രണ്ടാളും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. താത്ത, ഈ വെയിറ്റ് കുറയാൻ കാരണം യൂട്യൂബ് ചാനലാണ്, ഇതിലിട്ട് എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു 10 കിലോ കുറയാൻ കാരണം കേട്ടോ. ഇപ്പം എന്തോ ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്, എനിക്ക് ഇനിയും കുറയാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ആ നോമ്പിന് എന്താ പറയുക, ചെയ്യാൻ പറ്റിയ നല്ല ഡയറ്റും പ്ലാനുകളും കാര്യങ്ങളൊക്കെ എനിക്ക് കമൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെയൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഈ കുറഞ്ഞ വെയിറ്റ് കൂടാതെ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇനി നോമ്പിന് നമ്മൾ കൂടിയിട്ടില്ലെങ്കിലും എന്താ പറയുക, കുറഞ്ഞിട്ടില്ലെങ്കിലും കൂടാതെ നോക്കാനുള്ളൊരു കടമ എനിക്കുണ്ടല്ലോ. അപ്പം നോമ്പിനാണ് ഏറ്റവും കൂടുതൽ കൂടാനുള്ള സാധ്യത. കാരണം നമ്മൾ എന്തായാലും എണ്ണക്കടി എന്തെങ്കിലും ഒരു അധികമൊന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിലും മക്കൾക്കൊക്കെ ആ ദിവസം നോമ്പാകുമ്പോൾ ഒരു സമൂസ അല്ലെങ്കിൽ ഒരു കട്ട്ലറ്റോ അല്ലെങ്കിൽ ഒരു കൊക്കോ എന്തെങ്കിലും ഒന്ന് കടിക്കാൻ വേണ്ട. അവരൊക്കെ നോമ്പ് നോറ്റ് കേൾക്കുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാഞ്ഞാൽ എനിക്കും വിഷമാട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മളെന്തെങ്കിലും അതും നമ്മൾ നോമ്പ് തോറ്റ് നിൽക്കുമ്പോൾ കഴിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ എണ്ണക്കടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളങ്ങനെ വെയിറ്റ് കൂടുക ഈ നോമ്പിന്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എണ്ണക്കടിയും പൊതുവെ കുറക്കാം എന്നുള്ള വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ നീനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഓരോന്ന് ഉണ്ടാക്കുള്ളൂ, ഇവിടെ 4 എണ്ണക്കടി ഉണ്ടാക്കുള്ളൂ, പിന്നെ മോള് വരികയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നല്ലേ കഴിക്കുള്ളൂ, അതിലേറെ കഴിക്കില്ലല്ലോ, ഒരു പൂതിക്ക് കഴിക്കുക എന്നുള്ള രീതിയിലാവും. പക്ഷേ നോമ്പ് തുറക്കുന്ന നേരം മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇല്ലാഞ്ഞാൽ അവർക്ക് വലിയ, ഞാൻ പറഞ്ഞത് വലിയ ഇഷ്ടമായിട്ടൊന്നും ഇല്ല കേട്ടോ നീനുവിനും ഇതുമ്മനൊന്നും. അപ്പോൾ ഇതും സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൾ ഇന്ന് പുതിയ ചെരുപ്പൊക്കെ ഇട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചെരുപ്പ് വാങ്ങിയതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണണേ. നല്ല അടിപൊളി ചെരുപ്പാണ്, കാലിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഉള്ള ഒരു ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് പോകുന്നതിൻ്റെ ഒരു സന്തോഷമാണ് അവൾക്ക്. പുതിയ ചെരുപ്പിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയത് നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അന്നൊരു പ്രത്യേക സന്തോഷമില്ല. അതേപോലെ പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ അങ്ങനെയൊക്കെ ഒരു സന്തോഷം വരാനുണ്ടല്ലോ. ഞാൻ എന്തെങ്കിലുമൊക്കെ എന്താ ചെറിയ മൂഡ് ഔട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഞാൻ നല്ല ഡ്രസ്സൊക്കെ നോക്കിയിടും കേട്ടോ. കാരണം അപ്പം നമുക്ക് നമ്മളൊരു ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ ഇന്ന് ഇതും പുതിയ ചെരുപ്പൊക്കെ ഇട്ട് ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ പോയി. അവൾ പോയി കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മൾ ദോശയ്ക്ക് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ തന്നെ ചുട്ടും പിന്നെ അതിലേക്ക് എന്താ പറയുക, മുട്ടക്കറി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കടലയും ചെറുപയറും അങ്ങനെയൊന്നും ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല. മുട്ട പുഴുങ്ങിയിട്ട് ഉള്ളിയൊക്കെ വാട്ടി അങ്ങനെ ഉണ്ടാക്കി. പിന്നെ അതിലേക്ക് തേങ്ങാപ്പാൽ ഇച്ചിരി അരിപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കുറുന്നൻ അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും ദോശയൊക്കെ കഴിച്ച് ഇതും പോയി. അതിലേക്ക് അവൾ കൊണ്ടുപോയത് ചെറിയ കുഞ്ഞു ദോശയാണ് കേട്ടോ. ചെറിയ ഒരു നമ്മൾ ആ ചുടുന്ന ചട്ടിയിൽ 3 അപ്പം ചൂടുക, അങ്ങനെ കുഞ്ഞു അപ്പം ചുട്ടിട്ടാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. ചെറുത് ഇങ്ങനെ കുഞ്ഞു ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുമ്മിന് ഭയങ്കര ഇഷ്ടം കേട്ടോ. അല്ലെങ്കിൽ മക്കൾക്ക് അങ്ങനെയാണല്ലോ, ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അത് ഞാനങ്ങനെ ഒരു 4-5 എണ്ണം അങ്ങനെ ചുട്ടെടുത്തിട്ട് അവളെ പറഞ്ഞയച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിതാ 2-3 ഈത്തപ്പഴം ഒരു 4-5 ബദാമാണ് രാവിലെ കഴിച്ചത്. ഇപ്പോൾ ഞാൻ കഴിയുന്നതും ഈ രാവിലത്തെ ഫുഡ് അങ്ങനെ ഒഴിവാക്കാൻ നോക്കാറാണ് കേട്ടോ. പിന്നെ തീരെ കഴിയുന്നില്ല, നല്ല വിശപ്പുണ്ട് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ബദാമോ ഈത്തപ്പഴമോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെ നിൽക്കും. പിന്നെ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഞാനും നീനുട്ടി ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് സംസാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിച്ച ഉടനെ തന്നെ വേഗം എഴുന്നേൽക്കണുണ്ട്. ചോദിച്ചു എന്താപ്പോൾ ഇത് ഉമ്മച്ചിക്ക് ഇത്ര തിരക്ക് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിന്ന് ക്ലാസ്സിന് പോകാനുണ്ട്, നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ്സിന് പോകാനുണ്ട്. 2-3 ആഴ്ചയായി പോയിട്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങോട്ട് തോന്നിയിട്ട് പോവാറാണ് കേട്ടോ. അതേ ക്ലാസ്സിന് വരായിട്ട് അവിടുത്തെ മാഡം അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല,
ഇന്ന് ഞാൻ ക്ലാസ്സിൽ നിന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ ഒറ്റക്കാവും. ഞാൻ പോകുമ്പോൾ അവൾ ഒറ്റക്കാണതിൻ്റെ ഒരു ദേഷ്യം കേട്ടോ. പോകണോ ഇന്ന് പോകണോ ഉമ്മച്ചി ഇന്ന് പോകണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുയിന്തിലാണ് അവൾ കേട്ടോ. പിന്നെ ഞാൻ വേഗം എൻ്റെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ എൻ്റെ പണി തീർത്തിട്ടോ. കാരണം എനിക്ക് ഞാൻ ചേർന്നതല്ലേ പൈസയൊക്കെ കൊടുത്തിട്ട് പോവണ്ടേ. അപ്പോൾ ഞാൻ പിന്നെ വേഗം എൻ്റെ പണികൾ തീർത്തിട്ടോ. പിന്നെ അടിച്ചു വരാൻ തുടക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾ ഓൾ ചെയ്യും. പിന്നെ ഓൾക്ക് ക്ലാസ് ഉണ്ട്. ഓൾ അതിൻ്റെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഒഴിവാട്ടോ. അപ്പോൾ ഞാനും കൂടി വീട്ടിലില്ലാതെ നിൽക്കുമ്പോൾ അവൾക്ക് ഭയങ്കര നീനുവിന് ഭയങ്കര ഇടങ്ങാറാണ്. അവൾക്ക് വർത്തമാനം പറയാൻ ഇങ്ങനെ ഞാനവിടെ വേണം. അപ്പോൾ നമ്മൾ ഇന്ന് ഇരിക്കാനോ കുറേ നേരം അങ്ങനെ ഇങ്ങോട്ട് നടക്കാനോ നിന്നില്ല. വേഗം നമ്മുടെ ഡ്യൂട്ടികളൊക്കെ കടന്നു. വേഗം പാത്രം കഴുകാനും അങ്ങനെയൊക്കെ ഉണ്ട്. ചായ ഉണ്ടാക്കിയ പാത്രങ്ങളും എത്ര അപ്പക്കപ്പം മുറിയാലും ചായ കുടിച്ച് കഴിയുമ്പോൾ ഒരു പാത്രം കഴുകാനുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വെച്ചു. പാത്രങ്ങളൊക്കെ കഴുകി എന്താ പറയുക ഒക്കെ എടുത്ത് വെച്ചു. ഇന്നിപ്പോൾ നമുക്ക് ഒരു ഉച്ചക്കാണ് ഒരു മണി മിസ്സ് വരണമെങ്കിൽ തന്നെ ഒരു 12 മണിയാവും. ഈ എംബ്രോയ്ഡറിൻ്റെ മിസ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു 1 മണിയാകുമ്പോഴേക്കാണ് അവിടെ എത്താറ്. പിന്നെ ഒരു 3 മണി 3:30 4 മണി വരെയൊക്കെ നിൽക്കും. മാക്സിമം പോയാൽ 4 മണി വരെ. 4 മണിക്ക് പോരും. അപ്പോൾ ഇവിടെ വീട്ടിൽ 4:30 ആകുമ്പോഴേക്കും എത്തും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്താണ് വാങ്ങട്ടോ. പിന്നെ അതിനായിട്ട് വേറെ ഇറങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പം എന്താ പറയുക ഭയങ്കര ചൂടാണ്. ഇതാണെങ്കിൽ 3-ാം നിലയിലാണ് കേട്ടോ ഈ ഒരു ക്ലാസ്. 3-ാമത്തെ നിലയിലായതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ചൂടാണ്. ഇരിക്കുമ്പോൾ തല ഇങ്ങനെ പൂളി. അപ്പോൾ എനിക്ക് നമ്മുടെ വീട്ടിലെ പണികളൊക്കെ കഴിയുമ്പം പോകാനൊക്കെ ഭയങ്കര മടിയാവും കേട്ടോ. അവിടെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിടക്കട്ടെ എന്നൊക്കെ വിചാരിക്കും. രാവിലെയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഷാറിൽ രാവിലത്തെ പണി കഴിഞ്ഞ് 10 മണിക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ പോയി. ഇത് പോകും 12 മണിയാവും ടീച്ചർ തന്നെ വരാൻ. പിന്നെ 1 മണിയാവും ഞാൻ എത്താൻ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പോകുമ്പോൾ ഭയങ്കര മടിയായിട്ട് ഒന്ന് കിടക്കാനൊക്കെ തോന്നും. അതിലേക്ക് ഇങ്ങനെ നീനൂട്ടി പോകണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ അവിടെ കിടക്കും. അപ്പോൾ ഇന്ന് അതിനൊന്നും നിൽക്കാതെ വേഗം പണികളൊക്കെ തീർക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ കാര്യങ്ങൾ എന്താണ് ഡയറ്റിൻ്റെയൊക്കെ ആ പോക്ക്? ഇന്നത്തോട് ഞാൻ നിർത്തിയെന്ന് കരുതി ഞാൻ നിർത്തുകയാണെന്ന് വിചാരിച്ച് നിങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല. ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ കൊണ്ടുപോവാം. പിന്നെ എന്താ പറയുക ഒരുപാട് നമ്മൾ നോമ്പിന് ചെയ്യാൻ പറ്റിയ ഡയറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കഴിഞ്ഞതും ഞാൻ അതിൽ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക കമൻറ്റിലൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കും ആഗ്രഹമുണ്ട് ജ്യൂസ് കുടിക്കരുത്, എണ്ണക്കടി കഴിക്കരുത്, എനിക്ക് ആഗ്രഹമുണ്ട് നമ്മൾ പക്ഷേ എല്ലാ വർഷവും നോമ്പിന് ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ കഴിയാറില്ല കേട്ടോ. കാരണം നമ്മൾ നോമ്പ് തുറക്കുന്ന നേരം വിശന്ന് നിൽക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ മണം ഇങ്ങനെ മൂക്കിലടിക്കുമ്പോൾ അറിയാതെ അങ്ങനെ ഒരു കഷ്ണം കഴിച്ചോക്കട്ടെ എന്ന് കരുതും. ആ ഒരു കഷ്ണം കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അറിയുമ്പോൾ പിന്നെ ഒരു കഷ്ണം കഴിക്കട്ടെ എന്ന് കരുതും. അങ്ങനെ കണ്ട് കഴിക്കൂട്ടോ. പിന്നെ നോമ്പ് 30 കഴിയുമ്പോഴേക്ക് ഈ എണ്ണയും ജ്യൂസിൻ്റെ മധുരമൊക്കെ കൂടെ അങ്ങനെ ഉണ്ടായി നമ്മൾ വീണ്ടും വീർത്ത് അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നടക്കുമോ എന്നും എനിക്കറിയില്ല. ഞാൻ ഒന്നും ഉറപ്പ് പറയണില്ല. കാരണം നമ്മുടെ അവസ്ഥ അങ്ങനെയാണല്ലോ. എന്തായാലും ഒന്ന് നോക്കാം. അതാ നമ്മൾ പാത്രം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടിട്ടിട്ട് അവിടെയൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇനി വേഗം പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിലിട്ട് നമ്മുടെ സ്ഥിരം ഡ്യൂട്ടികളൊക്കെ തന്നെ ഇതൊക്കെ തന്നെ പണി. പിന്നെ നോമ്പ് പണിയൊക്കെ എല്ലാവരും നോമ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞോ? നനച്ചുള്ളി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞോ? അരിയൊക്കെ പൊടിപ്പിച്ച് വെച്ചോ? എന്തൊക്കെയാണ് ഒന്നും വിവരങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. ഞാൻ ഇപ്രാവശ്യം പച്ചരി റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അത് പൊടിക്കുക, നമുക്കത് ഒരു 8 കിലോന് ഉണ്ട്. അപ്പോൾ അത് പൊടിപ്പിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അധികം പത്തിരി അങ്ങനെ ഉണ്ടാക്കാറില്ല. ഞാൻ ഫസ്റ്റത്തെ നോമ്പില്ലേ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ പത്തിരി ഉണ്ടാക്കും കേട്ടോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറയില്ല നെഞ്ചരിച്ചിലുണ്ടാ. പിന്നെ നെഞ്ചരിച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മൂപ്പരോട് പെരുംജീരകം കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് കഴിച്ചാൽ മതി എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ നോമ്പൊക്കെ വരില്ലേ ഇനിയിപ്പോൾ എങ്ങനെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ റിസൾട്ട് പറയാത്തത് കേട്ടോ. മൂപ്പര് ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല. അതൊന്ന് കഴിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും മൂപ്പര് മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നെഞ്ചരിച്ചിൽ കൊണ്ട് നടന്നോളി എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നോമ്പ് വരില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ നോമ്പ് തുറന്നാൽ മൂപ്പർക്കൊരു നെഞ്ചരിച്ചിലുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാമല്ലോ. അപ്പം നെഞ്ചരിച്ചിലുള്ളതുകൊണ്ട് കാരണം കൊണ്ട് പത്തിരി അങ്ങനെ ഉണ്ടാക്കില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെയ്ച്ചോറ് ഗീ റൈസ് പിന്നെ ബിരിയാണി അല്ലെങ്കിൽ മന്തിയോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുത്തും. അല്ലെങ്കിൽ ദോശ പുട്ടും ഉണ്ടാക്കാമല്ലോ കേട്ടോ. തേങ്ങയൊക്കെ ഇടുന്നതുകൊണ്ട് ഇതുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെയുള്ള എളുപ്പത്തിലുള്ള കടികളാണ് ഉണ്ടാക്കുന്നത്. പൊതുവെ എനിക്ക് നോമ്പിന് നല്ല സുഖം കേട്ടോ. കാരണം എന്താ വെച്ചാൽ രാവിലെ നമ്മുടെ പണികൾ അതായത്
അടിച്ചു വാരുക, തുടക്കുക, അങ്ങനെ രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ പിന്നെ ഞാൻ കിച്ചണിലേക്ക് വരില്ല. വരാതെ പിന്നെ നമ്മളൊരു മാക്സിമം ഒരു 4 മണിക്കൊക്കെ എനിക്ക് പിന്നെ കിച്ചണിലേക്ക് വന്നാൽ മതി കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ആണെങ്കിൽ നമുക്ക് 2 മണി 2-2:30 കയറണം, കാരണം അതൊക്കെ പരത്തി ചുട്ട് എടുക്കണ്ടേ. അപ്പോൾ ഇത് പത്തിരി അല്ലാത്തതുകൊണ്ട് സുഖമാണ്. ഞാൻ ഒരു 4-4:30 ആകുമ്പോൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് വരട്ടെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങുള്ളൂ കിച്ചണത്തെ പണികൾ. എന്നിട്ട് വേഗം വേഗം 1 മണിക്കൂറോട് പരിപാടി കഴിഞ്ഞ് ഒരു 5-5:30 ആകുമ്പോൾ ഞാൻ ഫ്രീ ആയി പിന്നെയും വെറുതെ ഇരിക്കും, ചുമ്മാ ഇരിക്കും കേട്ടോ. പിന്നെ പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ഇവിടെ അമ്മ ഉള്ളന്ന്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ ഉള്ളന്ന് നല്ല ചീരാക്കഞ്ഞി, അതിലേക്ക് നല്ല പച്ചക്കറി കൂട്ടാനൊക്കെ ഉണ്ടാകും, അതൊക്കെ ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. അന്നൊക്കെ എനിക്ക് ദേഷ്യം വരും സത്യം പറഞ്ഞാൽ. കാരണം ഒന്ന് ഇരിക്കുക ഒഴിവുണ്ടാവില്ല. രാവിലെ നമ്മൾ പച്ചക്ക് നീച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അന്നിവിടെ വാഷിംഗ് മെഷീനോ അതേപോലെ കിണറിലും മര്യാദയ്ക്ക് വെള്ളമില്ല. അപ്പോൾ ഒക്കെ പുഴയിൽ പോയി തിരുമ്പി കൊണ്ടുവരുന്ന കാലമായിരുന്നു. അപ്പോൾ രാവിലത്തെ ഒരു എന്താ പറയുക, അതാ നീനുട്ടി അടിച്ചു വാരി തുടക്കുന്നത് കണ്ടോ. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് അവളറിഞ്ഞാൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ ഞാനിവിടെ അടുക്കളയിൽ പെട്ടെന്ന് പണി തീർക്കുമ്പോൾ അടിച്ചുവാരലും തുടക്കലൊക്കെ അങ്ങനെ നടക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നത് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന എന്താ പറയുക, നോമ്പിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ രാവിലെ ഞാൻ മക്കളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന കാലം കേട്ടോ. അപ്പോൾ അന്നൊക്കെ രാവിലെ എഴുന്നേറ്റ് പിന്നെ ഈ പെലച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമ്പോൾ തന്നെ നമുക്ക് സുബഹി ബാങ്കൊക്കെ കഴിഞ്ഞ് അത് നിസ്കാരമൊക്കെ കഴിയുമ്പോഴേക്ക് എന്താവുക, ഒന്നിങ്ങനെ നേരെ ഇങ്ങനെ വെളുത്ത് വരും. അപ്പോൾ വേഗം പുഴയിൽ പോട്ടെ, കാരണം അധികം നേരം വെളുക്കുമ്പോൾ നമുക്ക് കുളിക്കാനൊക്കെ മടിയാവുമല്ലോ. അപ്പോൾ തിരുമ്പാനുള്ളതൊക്കെ നുള്ളിപ്പെറുക്കി അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് മണ്ടു. പിന്നെ അവിടെ പോയിട്ട് തിരുമ്പി കുളിച്ച് വരുമ്പോഴേക്കും ഒരു 7 മണി 8 മണിയൊക്കെ ആവും. പിന്നെ മുറ്റടിച്ച് വരിക, അടിച്ച് വരാൻ തുടക്കുക. പോയിക്കും മക്കളൊക്കെ ചെറിയ മക്കളായിരുന്നാൽ അവർക്ക് എഴുന്നേറ്റിട്ടുണ്ടാവും. പിന്നെ അവർക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ, അവർ കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉച്ചവരെ പണികളായിരിക്കും കേട്ടോ. കുട്ടികളാകുമ്പോൾ നമ്മൾ കഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ ഉറക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഉച്ചക്ക് ഈ വേഗം പത്തിരിയും കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഉമ്മാക്കൊക്കെ പത്തിരി തന്നെ വേണം, നൈസ് പത്തിരി വേണം, അതുപോലെ തന്നെ പൂരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. കാരണം പ്രായമുള്ളവർക്കൊക്കെ അങ്ങനെ നോമ്പ് തുറക്കുമ്പം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണല്ലോ. അപ്പം ഉമ്മാക്ക് പത്തിരി നല്ല നിർബന്ധമായിരുന്നു കേട്ടോ പത്തിരി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ മക്കൾ ഉറങ്ങുന്ന നേരം ചിലപ്പോൾ രാവിലെ ഉറങ്ങുമ്പോൾ രാവിലെ ഉണ്ടാക്കൽ തുടങ്ങും കേട്ടോ. പിന്നെ അത് പത്തിരി വേണം, തേങ്ങ അരച്ച് വറുത്തരച്ച കറി വേണം, അതിലേക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് വേണം, പാലയ്ക്കോ അല്ലെങ്കിൽ എന്താ പറയുക തരിക്കഞ്ഞിയില്ലേ റവയൊക്കെ ഇട്ടിട്ടുള്ള ഇതിലേതെങ്കിലും ഒന്ന് വേണം കേട്ടോ. ഒന്ന് പാലൊക്കെ ആണെങ്കിൽ തരിക്കഞ്ഞി അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് നിസ്കാരം തറാവിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ ചീരകഞ്ഞി എന്ന് പറയണം. നല്ല ചീരവും ഒക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ട് തുമ്മിച്ചിട്ടുള്ള കഞ്ഞി. അതും അതിലേക്ക് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ പച്ചക്കറിയുടെ എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു മസാല കൂട്ട്, എന്തൊക്കെ ഒരു കൂട്ടുണ്ടല്ലോ, എന്താ പറയുക ചേമ്പ്, പൂള, ചേന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്ന്, താള്. അന്നൊക്കെ ഇവിടെ ഈ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തന്നെ ഒരു എന്താ പറയുക ഒരു പറമ്പുണ്ടായിരുന്നു. ആ പറമ്പിൽ നിറച്ചും ചേമ്പും താള് അങ്ങനെയൊക്കെയുള്ള സംഭവം. പിന്നെ പപ്പായ, അങ്ങനെ പച്ചപ്പപ്പായ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് എന്ത് ചെയ്യണം, നമുക്ക് വേവിക്കണം. അപ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ കുക്കറും ഇല്ല, ഗ്യാസ് ഒരു 10-20 ഇന്ത്യ മോളൊക്കെ ചെറിയ കുട്ടിയാന്നുള്ള അന്നത്തെ കാര്യമായിട്ടപ്പോൾ ഞാൻ പറയണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നോമ്പ് തുറന്ന അപ്പം നമുക്ക് വീണ്ടും കിച്ചണിക്ക് വന്നിട്ട് കഞ്ഞി തീമിടണം, ഈ കൂട്ടാനുണ്ടാക്കണം, ഇതൊക്കെ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, പിന്നെ പെലച്ചക്കുള്ള ചോറ് ഉണ്ടാക്കണം. പരച്ചക്ക് പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ നോമ്പ് തുറക്കാനുണ്ടാക്കുന്ന പത്തിരി തന്നെ മതി നമുക്ക് പരച്ചക്ക്. ഇവിടെ ഇപ്പോൾ എൻ്റെ മക്കൾക്കായാലും ഹസ്ബൻഡിനായാലും ഒന്നും വേണ്ട. രാവിലെ പരച്ചക്ക് ചോറ് അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. മൂപ്പർക്ക് ഇനിയിപ്പോൾ ചോറ് വേണമെന്നുണ്ടെങ്കിലും ഒന്ന് തക്കാളി ഇട്ടൊരു താളിപ്പോ ചിക്കൻ ഒരു കഷ്ണം പൊരിച്ചതുണ്ടായി മൂപ്പര് ഹാപ്പി കേട്ടോ. അപ്പം എന്താ പറയുക, അങ്ങനെ നമുക്ക് ഒരുപാട് പണികളില്ല. അന്നൊക്കെ വിറകടുപ്പിൽ ഉണ്ടാക്കണം, ഗ്യാസ് അടുപ്പില്ല. ഗ്യാസ് അടുപ്പൊക്കെ ഇപ്പോൾ അടുത്താണ് കേട്ടോ എനിക്ക് ഉണ്ടായത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിക്കട്ടെ, ഞാനൊരു വലിയ സംഭവമാണെന്നൊക്കെ അപ്പോഴെനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ എന്താ പറയുക, ചീരകഞ്ഞി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പലിച്ചക്കുള്ള ചോറ്, ബീഫ്, ഉപ്പേരി, പപ്പടമൊക്കെ വേണം. അതൊക്കെ ഉണ്ടാക്കിയിട്ട് കിടക്കുമ്പോൾ ഒരു 11-12 മണിയാവും. പിന്നെ നമ്മൾ വീണ്ടും 3:30 എഴുന്നേൽക്കണം, കാരണം ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നമ്മൾ പിന്നെ അവരെ കഴിപ്പിക്കണ്ടേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പിന്നെ അന്ന് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഓലക്കൊടിയൊക്കെ ഇട്ട് കത്തിച്ച് നമ്മളെന്ത് ചെയ്യും, ചോറൊക്കെ ചൂടാക്കി. കാരണം ആ നേരം കഴിക്കണമെങ്കിൽ കുറച്ച് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിക്കല്ലേ. എനിക്കാണെങ്കിൽ ആ നേരം ഒന്നും കഴിക്കാനേ പറ്റില്ല, ഇപ്പോഴും കഴിക്കില്ല. അതേപോലെ തന്നെ എൻ്റെ മക്കളും കേട്ടോ, പലിച്ചക്ക് എണീറ്റ് കഴിക്കുക എന്നുള്ള സംഭവം അവർക്ക് കഴിക്കാൻ കഴിയില്ല. അവരെന്തെങ്കിലും ചായ കുടിക്കും. പിന്നെ പത്തിരി ആണെങ്കിലൊക്കെ 1-2 കടിച്ചിട്ട് നീനുട്ടിയൊക്കെ കേട്ടോ, ഇതുമ്പോൾ പിന്നെയും കഴിക്കും.
അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പണിയില്ല, ഒന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയല്ലോ എന്നുള്ളത്. ഇപ്പോൾ എന്താ വെച്ചാൽ രാവിലെയൊക്കെ നല്ല സുഖമാണ്. പെലച്ചക്ക് എന്തെങ്കിലും കഴിച്ചാൽ ആ പാത്രം ആ പെലച്ചക്കനെ ഞാൻ മൂറി വെച്ച് ഒന്ന് കിടന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ അങ്ങോട്ട് മോൾക്ക് പോട്ടോ ഒരു 7 മണിക്കൊക്കെ, കാരണം നല്ല ചൂടില്ലാത്ത സമയമല്ലേ. അപ്പോൾ അങ്ങനെ കയറിപ്പോയി അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലാതെ ഇപ്പോൾ അങ്ങനെയുള്ള പണികളൊന്നും നമുക്കധികം ഇല്ല. പിന്നെ കറണ്ട് അടുപ്പ്, ഗ്യാസ് അടുപ്പ്, മിക്സി, പിന്നെ എന്താ പറയുക, ഫ്രിഡ്ജ്, അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ, എല്ലാ സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ടെൻഷനില്ല. അലക്കണ്ട, അരക്കണ്ട എന്നൊക്കെ. മിക്സി എന്താ പറയുക, അമ്മിമേലൊക്കെ അരക്കാറുണ്ട്. ഞാൻ കുറേ കാലം അമ്മിമേലൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. എൻ്റെ മക്കളോടൊക്കെ പറഞ്ഞാൽ അവരെന്നെ പറയും ഉമ്മച്ചി ഒന്ന് നിർത്തുന്നുണ്ട് ഈ പഴംപുരാണെന്നൊക്കെ പറയും. അവർക്ക് തന്നെ കേൾക്കണത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിനി ഉച്ചക്കുള്ള ഉണ്ടാക്കുന്നത് ആ ചിക്കന് കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോമ്പൊക്കാവില്ലേന്ന് പിന്നെ എന്താ പറയുക, കുറച്ച് കൂടുതലാണ് വാങ്ങിയതാണ്. നോമ്പാവുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ഞാനെല്ലാം നന്നായിട്ട് അങ്ങോട്ട് വൃത്തിയാക്കി കഴുകി. പിന്നെ എന്താ പറയുക, അതിൽ നല്ല പൊരിക്കാൻ പറ്റിയ കഷ്ണങ്ങളുണ്ടാവില്ലേ, അത് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്കും, പിന്നെ അതിൽ എല്ലൊക്കെ ഉള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു. രണ്ട് സെപ്പറേറ്റ് ആക്കി ഞാൻ ഇട്ടു കേട്ടോ. ഈ പൊരിക്കാനുള്ളത് തന്നെ ഞാൻ ചെറിയ പീസാക്കിയിട്ട്, എനിക്കങ്ങനെ ചെറിയ ചെറിയ പീസ് പൊരിച്ചിട്ട് കഴിക്കണതാട്ടോ ഇഷ്ടം. അങ്ങനെ വലിയ പീസാകുമ്പോൾ അങ്ങനെ വേവാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ ഒക്കെ ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് പിന്നെ എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ ഒരു പാത്രത്തേക്ക് ഇട്ട് ഒന്നും ഈ കറി വെക്കാനാണ് എല്ല് പോലെയുള്ള കഷ്ണങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ പാത്രം 2-3 പാത്രത്തിലാക്കിയിട്ട് ഫ്രീസർക്ക് വെച്ചു കേട്ടോ. ഈ പിന്നെ കറി വെക്കാനുള്ള ചിക്കന്. മറ്റേത് പൊരിക്കാനുള്ള ചിക്കൻ എന്ത് ചെയ്തു, ഇങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ട് നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ നേരെ താഴെയുള്ള ഭാഗം സാധാ ഫ്രിഡ്ജാട്ടോ, നോർമൽ ഫ്രിഡ്ജാണ്. ഒരു എൻ്റെ പിന്നെ എന്താ പറയുക സ്റ്റോർ റൂമിലാണ് ഫ്രിഡ്ജ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണാത്തത്. അപ്പോൾ അങ്ങോട്ട് വെച്ചു. അതിൽ ആ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ നേരെ താഴെയുള്ള ഭാഗത്ത് ഈ പൊരിക്കാനുള്ളതും വെച്ചിട്ടോ. അപ്പോൾ അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് ആവശ്യം ഉണ്ടാവില്ല, കരുതി അതിൽ നിന്നുകൊണ്ട് എടുത്ത് പൊരിച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഗതി അങ്ങനെയൊക്കെ ആക്കി വെക്കാണ്. പിന്നെ കോളിഫ്ലവർ ഉണ്ട് ഫ്രിഡ്ജിൽ. ഇനി 2-3 ദിവസം നമ്മൾ പച്ചക്കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇനി അത് കേട് വന്ന് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം അതും ചെറിയ പീസാക്കി കട്ട് ചെയ്ത് തിളപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതിനും ജസ്റ്റ് ഒന്ന് മസാല പറ്റി വെക്കുന്നുണ്ട്. ഇന്ന് അത് പൊരിക്കുക. ഇന്നിപ്പോൾ ചിക്കൻ വറുക്കണ്ടെന്ന് വിചാരിച്ചു. ഇന്ന് കോളിഫ്ലവർ പൊരിച്ചെടുക്കാം, ചിക്കൻ കറി ഉണ്ടാക്കാം, നെയ്ച്ചോറ് ഉണ്ടാക്കാം എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. അതങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തോടു കൂടി നമ്മൾ എന്താ ഈ എഗ് ഡയറ്റൊക്കെ ഒന്ന് ജസ്റ്റ് നിർത്തിയിട്ടുണ്ട്. 28-ാം തീയതി നിർത്തി. ഇനി നോമ്പ് കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നോമ്പിന് ഞാൻ കഴിഞ്ഞതും മധുരം ഒഴിവാക്കണം എന്നൊക്കെയാണ് പ്ലാന്. അതെന്താവും എന്ന് എനിക്കറിയില്ല. എന്തായാലും നോമ്പിനും ഞാൻ ഇടയ്ക്ക് എൻ്റെ വെയിറ്റൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നോമ്പിനും ചെറിയ നമ്മൾ ഡെയിലി വ്ളോഗ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കണം. എൻ്റെ നോമ്പിൻ്റെ ദിവസങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. ജസ്റ്റ് ഞാൻ അതും വീഡിയോ ഇടാനൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കാണാമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് അതായത് റമദാൻ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നോർമലി എല്ലാവർക്കും നമ്മളെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ പറയുക, ഇങ്ങനെ കീറ്റോ അല്ലെങ്കിൽ എഗ് ഡയറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു മാസം ഒരു 5 കിലോ കുറയുന്ന രീതിയിൽ നമ്മൾ ആദ്യം ഡിസംബറിൽ ചെയ്തിട്ടില്ലേ, ആ ഒരു പോലെയുള്ള ഡയറ്റ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അന്ന് എന്തായാലും ചെയ്യണം. അന്നത്തെ നമുക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ചോദിച്ചതിനൊക്കെ എന്തെങ്കിലും റിപ്ലൈ തരണം കേട്ടോ, കാരണം നിങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ നന്നായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു കോളിഫ്ലവർ വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കൻ ഇതാ ഇവിടെ കറിയായിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഉച്ചക്കത്തെ പരിപാടി. അപ്പോൾ ഒരു ഏകദേശം ഒരു 12:30 ആയപ്പോഴേക്കും എൻ്റെ പരിപാടികളൊക്കെ ഇതാ ഒരുവിധം സെറ്റായി തീർന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫുഡൊന്ന് കഴിക്കട്ടെ. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഡ്രസ്സ് മാറ്റി പോവാനായിട്ട്. അപ്പോൾ ഞാനിതാ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് 2 മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 മുട്ടയും പിന്നെ അതിലേക്ക് കോളിഫ്ലവറും കുറച്ച് തൈരും ആണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ച് ഞാനൊരു 1:30 ഒക്കെ ആയപ്പോൾ ഞാൻ പോയിട്ട്, അപ്പോൾ ഇത് നല്ല എന്താ പറയുക നല്ല വിശപ്പുണ്ടായിരുന്നു. ഇത്
എന്താ പറയുക കോളിഫ്ലവറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ടേസ്റ്റ് കിട്ടോ വിശന്ന് കഴിക്കുമ്പോൾ. ആകുമ്പം ഞാനത് വേഗം കഴിച്ച് ഇനി ഡ്രസ്സ് മാറ്റണം. അപ്പോൾ നീനുട്ടി അവൾക്ക് വിശക്കുന്നില്ല, കാരണം ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഒരു 12:45 ആയപ്പോൾ തന്നെ ഫുഡ് കഴിച്ചതുകൊണ്ട് അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ട, വിളമ്പി വെച്ചാൽ മതി, ഞാൻ അമ്മച്ചി പോയിട്ട് ഒരു 1:30 ആകുമ്പോൾ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഞാനിതാ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് തന്നെയാണ്, കാരണം ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടാൽ പിന്നെ അത് അലക്കുവോള് പിന്നെ അതന്നെ അങ്ങോട്ട് ഇടും. അത് കഴിഞ്ഞ് അത് അലക്കി എടുത്ത് വെച്ചിട്ട് പിന്നെ അടുത്തത് ഇങ്ങോട്ട് ഇറക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് തന്നെ വീണ്ടും വീണ്ടും ഇടുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എപ്പോഴും ഇതാണല്ലോ എന്നുള്ളത്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അതൊക്കെ ഇട്ടതാ ഞാൻ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വെയിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മളിതാ 98.15 97 ആയാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 കിലോ കുറഞ്ഞ് 107 നിന്ന് 97 ആവില്ലേ, അതാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല. പിന്നെ ഇപ്പോൾ നാളെ നോമ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് കാണിച്ചിട്ടുള്ള വീഡിയോ ഇടാം കേട്ടോ. നാളെ നോമ്പാണെങ്കിൽ അത് പറ്റില്ല, അല്ല എന്നുണ്ടെങ്കിൽ കാണിക്കാം. പിന്നെ ഞാൻ വൈകുന്നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നീനുട്ടിതാ എന്താ പറയുക ഈ ഒരു മാഗി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. ഒരു ഗ്ലാസ് ചായയും മാഗിയാണെന്ന് ഞാൻ വൈകുന്നേരം കഴിച്ചത്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങളുമായി നാളത്തെ വെയിറ്റ് ചെയ്ത് നാളെ കാണാം. ബൈ ബൈ.